വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി SJS സ്പ്ലെൻഡിഡ് ജോൺ ടുവേർഡ്സ് സിംഫണി. ഞാൻ ശോഭ. ഞാൻ ജിൻസി. ഞാൻ സ്മിത. ഞങ്ങൾ SJSലേക്ക് എത്തുന്നത് ഈ ഞങ്ങളുടെ മൂന്നുപേരുടെയും ഈ സൗഹൃദത്തിൽ നിന്നാണ്. ഞാനും ജിൻസിയും തമ്മിൽ ഒരു 10 വർഷം മുമ്പ് പരിചയപ്പെടുന്നത് JC എന്ന പ്രസ്ഥാനം, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞാനും ജിൻസിയും വരുന്നത് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ലേബലിലാണ്. അവിടെ നിന്നുള്ള തുടങ്ങിയ സൗഹൃദം കുറേ കോമൺ താല്പര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സംസാരിച്ചു. ആ സംസാരത്തിൽ നിന്നാണ് ഞങ്ങളുടെ സൗഹൃദം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വേദിയിൽ ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ടാണ് ജിൻസി എന്നോട് പറയുന്നത്, എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, ട്രെയിനിങ് രംഗത്തേക്ക് കടന്നു വരണം. അങ്ങനെ ആ പറച്ചിലും ആ മോട്ടിവേഷനും തുടർച്ചയായിട്ടുള്ള ഈ നിർബന്ധമൊക്കെ കാരണമാണ് ഞാൻ അവസാനം JCIയുടെ സോൺ ട്രെയിനർ, ഇപ്പം ഞാൻ ഔദ്യോഗികമായി സോൺ ട്രെയിനറാണ്. ഞാൻ സോൺ ട്രെയിനർ എന്ന പൊസിഷനിലേക്ക് എത്തുന്നത്. പിന്നീട് ഞാൻ ഒരുപാട് പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്തു. JCIയുടെയും പല വേദികളിലും ഞാൻ മത്സരിച്ചു. അവിടെ നിന്നൊക്കെ സമ്മാനം കിട്ടി. പലയിടത്തും സമ്മാനങ്ങൾ കിട്ടി. എനിക്ക് പങ്കെടുക്കാൻ പല വേദികളും കിട്ടി. അങ്ങനെ ഈ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഞങ്ങളൊരു യോഗ ക്ലാസ്സിൽ ചേർന്നു. ആ യോഗ ക്ലാസ്സിൽ വെച്ചാണ് ഞങ്ങൾ സ്മിതയുമായിട്ട്, ജിൻസിയും സ്മിതയും തമ്മിൽ നേരത്തെ തന്നെ അറിയുമായിരുന്നു. അവർ മൈൻഡ്സ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ പരിചയപ്പെട്ടവരായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള സൗഹൃദം വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഈ ചർച്ചകളിലേക്ക് യോഗ ക്ലാസ്സിൽ വെച്ചാണ് സ്മിതയും കൂടുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ആലോചിച്ചു, എന്താണ് നമ്മൾ ഈ വെറുതെ ഇരുന്നിടത്ത് നിന്ന് എന്ത് ഒരുമിച്ച് ചെയ്യാൻ പറ്റും, സ്വയം വളരാൻ. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ആ വീട്ടിലിരുന്നിടത്ത് നിന്ന് ഒരു മാറ്റം വേണം. ആ മാറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലാണ് സ്മിത ഞങ്ങളോട് ഒരു ചാനൽ എന്ന സജഷൻ വെക്കുന്നത്. അങ്ങനെ SJS എന്ന ചാനൽ ഞങ്ങൾ തുടങ്ങി. ഇത് ഞങ്ങളുടെ 100ാമത്തെ വീഡിയോ ആണ്. ഞങ്ങളുടെ ലക്ഷ്യം ഒരു വർഷം കഴിഞ്ഞ ഫെബ്രുവരി 14 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നൊക്കെയായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാതിരുന്നിടത്തുനിന്ന് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ 100ാമത്തെ വീഡിയോയിലേക്ക് എത്തി. ആ സന്തോഷമാണ് ഞങ്ങൾ ഈ ചാനലിൽ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ജിൻസി, ഈ ചാനൽ തുടങ്ങുമ്പോൾ ഉണ്ടായ ഒരു മാറ്റം? കഴിഞ്ഞ വർഷം ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ശരിക്കും എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാത്തൊരു സമയത്തായിരുന്നു ഈ ചാനൽ തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ലൈഫിൽ എന്താകണം എന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. കുറേ നാളുകളായി ഈ ട്രെയിനിങ് രംഗത്ത് അതിൻ്റെ പിന്നണിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്തും ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഞാൻ പഠിച്ചത് ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡായിരുന്നു. അപ്പോൾ ആ ഫീൽഡിലേക്ക് ജോലി നോക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നീട് എപ്പോഴൊക്കെയോ ഞാൻ വന്നു പെടുന്നത് എപ്പോഴും ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഓരോ പ്രോഗ്രാമുകളിലായിരിക്കും. അങ്ങനെ ഞാൻ എന്താകണമെന്ന് ആഗ്രഹിച്ച സമയത്താണ് ഇവരൊക്കെ പറയുന്നത് എനിക്ക് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനൊരു കഴിവുണ്ടെന്നും അങ്ങനെ ഇൻസ്പയർഡ് ആകുന്ന ആളുകളുടെ ഒരു മാറ്റം നേരി കണ്ടപ്പോഴാണ് എനിക്ക് അത് എൻ്റെ ഒരു ലൈഫിലെ ഒരു ഗോളാക്കി മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. സ്മിത ബാക്കി പറയും. ജിൻസിയെ എനിക്ക് വർഷങ്ങളായിട്ടാണ് 2009 തൊട്ട് കാലഘട്ടം തൊട്ട് ജിൻസിയെ ഞാൻ വളരെ അടുത്തറിയുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് എന്നൊരു ചർച്ച ഒരിക്കലും വന്നിരുന്നില്ല. ഞാൻ കുഞ്ഞിലേ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒന്നെങ്കിൽ ഒരു സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡ്, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്, ഇത് ഏതെങ്കിലും ഒന്ന് ആവുക എന്നുള്ളത് കുഞ്ഞിലേ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ കമ്മ്യൂണിക്കേഷൻ, ഉള്ളിലുള്ള ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു തരി പോലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം എന്നും ഇങ്ങനെ ഞാൻ ചെന്ന് പെട്ടത് ഒരു ബിസിനസ് MBA ഫീൽഡിലേക്കാണ്. ഒരു ബാങ്ക് പ്രൊഫഷണലായിരുന്നു. പക്ഷെ ആ ജോലിയൊക്കെ ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡ്, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്, അതിനൊരു സ്വപ്നം എന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവരെ മുട്ടിയപ്പോൾ തൊട്ട് ഇവർ പറഞ്ഞാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, സ്മിതയ്ക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്നിൽ ഉണ്ടാകുന്നത് ജിൻസിയും ശോഭയും പറയുമ്പോഴാണ്. എനിക്കൊരു തരി പോലും, 1% പോലും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അവർ കൊണ്ട് ഞാൻ എത്തിച്ചതാണ് ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ. വാർണിയർ സ്റ്റേയിൽ ഞങ്ങൾ ഇറക്കിയ ആദ്യത്തെ വീഡിയോ.
ആ ഒരു വീഡിയോ ഒത്തിരി ആളുകളിലേക്ക് എത്തിയ ഒരു വീഡിയോ ആയിരുന്നു. അതിൽ പിന്നെ ഞങ്ങൾ സെൽഫ് ലവിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടതും അതായിരുന്നു. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം സെൽഫ് ലവ് ബേസ്ഡ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ കുറേ വീഡിയോസ് ഞങ്ങളുടെ ഒരു ചാനലിൽ സെൽഫ് ലവിനെ കുറിച്ച് എടുത്തു. ഞങ്ങളുടെ ലവും ഞങ്ങളോട് സെൽഫ് ലവും കൂടാൻ അത് കാരണമായി. അങ്ങനെ ശോഭയ്ക്കുണ്ടായ മാറ്റം എന്താണ് ഈ ഒരു ചാനലിൽ വന്നത്? പിന്നെ ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുമെങ്കിലും പ്രസംഗം പറയും എന്ന് സ്കൂളിൽ കോളേജിലൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു, അത് പക്ഷെ കാലങ്ങൾക്ക് മുമ്പായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ജിൻസി പറയുമ്പോഴാണ് ഞാൻ ഈ പ്രസംഗ രംഗത്തേക്ക് തിരിച്ചു വരുന്നത്. അവിടെ നിന്നാണ് ട്രെയിനിങ്ങിലേക്കും വന്നത്. പക്ഷേ ട്രെയിനിങ് രംഗത്ത് നിൽക്കുമ്പോഴും ഞാൻ ഒരിക്കലും ട്രെയിനിങ്ങിലെ ഇൻട്രാക്ഷനേക്കാളും എനിക്ക് അപ്പോഴും എവിടേക്കോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പ്രസംഗിക്കുമായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ എന്ന് തിരിച്ചു അറിയുന്നത്. കാരണം ഈ വീഡിയോ എടുക്കുമ്പം ഉണ്ടാകുന്ന ഫ്ലുവൻസിയും ഒരു ട്രെയിനിങ് രംഗത്ത് ചെല്ലുമ്പോൾ ഉള്ള മാറ്റവും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഞങ്ങൾ ഈ വീഡിയോ വന്ന് ഞങ്ങളുടെ ചർച്ചകൾ പുരോഗമിച്ചപ്പോഴാണ്. പക്ഷെ അതിലൊക്കെ വലിയൊരു കാര്യം, ഞാൻ എൻ്റെ ഒരു ലക്ഷ്യം ഇടയ്ക്ക് ട്രെയിനർ ആവുക എന്ന് വന്നെങ്കിലും പിന്നീട് അത് ഒരു പ്രാസംഗികയാവുക എന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം അതെൻ്റെ വലിയ ആഗ്രഹമായി പിന്നീട് അറിയപ്പെടുന്ന ഒരു പ്രാസംഗികയാവണം. അപ്പോൾ അതിനുള്ള വഴികൾ ഇങ്ങനെ ആലോചിച്ച് വന്ന് നമ്മൾ ഇപ്പം എന്നെ ആണെങ്കിലും സ്മിതയാണെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ ജിൻസിയുടെ അടുത്ത് ഒരുപാട് മൈൻഡ് പവർ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഈ മൈൻഡ് പവർ ടെക്നിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇപ്പം പ്രാസംഗികയാവണമെങ്കിൽ ഞാനിപ്പോഴും അങ്ങനെ വലിയ ഫേമസ് പ്രാസംഗികയാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ വന്നു. എന്നാലും കുറേ പേരെങ്കിലും ഇപ്പം ഞാൻ നന്നായി സംസാരിക്കും, എന്നെ സംസാരിക്കാൻ വിളിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അതിന് ആപ്ലിക്കബിൾ ആവുന്ന ടെക്നിക്സ് നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം കണ്ടെത്താൻ ഞങ്ങളെ സഹായിച്ചത്. അതിനൊക്കെ വലിയൊരു കാര്യം, ഇതിനൊരു വേദി ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമൊന്നും ഇല്ലെങ്കിലും ബൈ ചാൻസ് ഞാൻ എത്തിപ്പെട്ടത് ഇപ്പോൾ പൊളിറ്റിക്സിലാണ്. ഇപ്പം ഞാൻ ഒരു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് മെമ്പറാണ്. അപ്പം പ്രസംഗിക്കാൻ വേദി അന്വേഷിച്ചാണെന്ന് എനിക്കിപ്പോൾ എവിടെ ചെന്നാലും പ്രസംഗിക്കാൻ വേദി ഓട്ടോമാറ്റിക്കായിട്ട് എത്തി. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഒരാഗ്രഹം വന്നാൽ, ഇപ്പം നമ്മൾ പറയുന്ന അതിനുവേണ്ടി പ്രകൃതി കൂടെ നിൽക്കും എന്ന് പറയുന്ന പോലെയാണ്. ഒരിക്കലും ഞാനൊരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. ശരിയാണ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു, എൻ്റെ ഹസ്ബൻഡും അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ എത്തും എന്നൊരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഈ പ്രാസംഗികയാവണം എന്നുള്ളിൽ കയറിയ പിന്നെയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഞാൻ എത്തുന്നതും ഞാനിപ്പോൾ ഒരു ബ്ലോക്ക് മെമ്പർ ആവുന്നതും. അപ്പം അങ്ങനെ ഒരു വലിയ വ്യത്യാസം എത്തി. പക്ഷെ ഇതിൽ മൈൻഡ് പവർ ടെക്നിക്സിൻ്റെ ആപ്ലിക്കേഷൻ അത് മാത്രമല്ല, സൗഹൃദത്തിൻ്റെ നമ്മുടെ ലക്ഷ്യം തിരിച്ചറിയാൻ നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഒരു തിരിച്ചറിവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത് പോലും ഞങ്ങൾക്ക് വളരണം, അതുപോലെ ഞങ്ങളെപ്പോലെ കഴിവൊക്കെ ഉണ്ടായിട്ടും വീട്ടിലൊതുങ്ങിയപ്പോൾ ഒട്ടേറെ ആളുകൾ ഇന്നത്തെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷൻ ആകണം. ഞങ്ങൾക്ക് അവരെ പറ്റുന്നതുപോലെ ഹെൽപ്പ് ചെയ്യണം. ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയും വളർച്ചയും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളും അതനുസരിച്ച് നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ അതൊരു മോട്ടിവേഷൻ ആകാം, ഒരു മാറ്റമാകാൻ സാധിക്കുന്നത് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഒരു SJSന്റെ ഒരു പേരിൻ്റെ പോലും ഒരു അർത്ഥം അതാണ്. അത് കൂടുതലായിട്ട് ചിന്തയ്ക്ക് പറയാൻ സാധിക്കും. SJS ദ സ്പ്ലെൻഡിഡ് ജോൺ ടൂവേഴ്സ് സിംഫണി എന്നാണ് ഞങ്ങളുടെ ചാനലിന് പേരിട്ടത്. അങ്ങനെ പേര് സ്പ്ലെൻഡിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സമൃദ്ധമായ മനോഹരമായ ഒരു യാത്ര എന്നതാണ് സ്പ്ലെൻഡിഡ്. ജോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ബിൽഡപ്പ് ചെയ്ത് എക്സ്പീരിയൻസുകൾ എൻജോയ്, പോസിറ്റീവായ നെഗറ്റീവ് ആയാലും അത് എൻജോയ് ചെയ്ത് അത് നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടെ എൻറിച്ച് ആക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ജോണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിംഫണി നമുക്കറിയാം സമഗ്രമായ എല്ലാ ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ്. പല പല വികാരങ്ങൾ, പല പല എക്സ്പീരിയൻസുകൾ, പല സാഹചര്യങ്ങൾ, എല്ലാം സന്തോഷവും സങ്കടവും ദേഷ്യവും കോപവും നിരാശകളും എല്ലാം കൂടെ ഇടകലർന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഈ എല്ലാ വികാരങ്ങളും നമ്മളെ ചില സമയത്ത് വല്ലാതെ തളർത്തിക്കളയും. പക്ഷെ ചില പോസിറ്റീവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷമാകും, അതിനെ നമ്മൾ ഓവർകം ചെയ്യും. ഇതെല്ലാം കൂടെ നമ്മൾ അതിൽ നിന്ന് നല്ല നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ആസ്വദിച്ചുള്ള ഒരു യാത്ര, മനോഹരമായ ഒരു തീരത്തേക്കുള്ള സംഗീതസാന്ദ്രമായ ഒരു യാത്രയാണ് നമ്മൾ സ്പ്ലെൻഡിഡ് ജോൺ ടൂവേഴ്സ് സിംഫണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ പറയുവാണെങ്കിൽ
ഞാൻ പറഞ്ഞു എനിക്ക് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ 1% പോലും കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ഒരാൾ. പ്രീ ഡിഗ്രി കാലഘട്ടം തൊട്ട് ഈ ട്രെയിനിങ്ങിൻ്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് ട്രെയിനിങ്ങുകൾ ഞാൻ കൂടിയിട്ടുണ്ട്. ആ ഒരു പരിസരങ്ങളിലെ ബാക്ക്ഗ്രൗണ്ടുകളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിവുണ്ടെന്ന് എനിക്കറിയാം. കഴിവ് മീൻസ് എനിക്ക് ഐഡിയാസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരിക്കലും മുന്നണിയിലേക്ക് വരാതിരുന്നത്. ട്രെയിനിങ് ഫീൽഡിൽ കയറി പോകാനാണെങ്കിൽ അതുപോലെ അവസരങ്ങളും സാഹചര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും സംസാരിക്കാൻ ധൈര്യമില്ലാതിരുന്ന എന്നെ ഇങ്ങനെ എന്നാ പറയുന്നത്, ഒരു ധൈര്യം തന്ന ഓരോ നിമിഷവും കൂടെ നിന്നാണ് ഇവർ രണ്ടുപേരും എന്നെ ഒരു സംസാരിക്കാനുള്ള ഒരു ധൈര്യത്തിലേക്ക് ആക്കി തന്നെ. നമുക്ക് നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇച്ചിരി മടി വിചാരിക്കുമ്പം അതിങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പോയാൽ പറ്റുമല്ല, കയറണം, പറ്റും എന്ന് പറഞ്ഞ് ആ ഉന്തിത്തള്ളി കയറ്റുന്നതിൻ്റെ ഒരു ആ ഒരു ക്രെഡിറ്റ് ശോഭയോടും ജിൻസിയോടും പ്രത്യേകിച്ച് ജിൻസിയോട് പറഞ്ഞറിയിക്കാവുന്നതല്ല. കാരണം നമുക്ക് കഴിവില്ലാതെ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കഴിവുകൾ അറിയാവുന്നവർ കാണും, ചിലർക്ക് അതിനെക്കുറിച്ച് അവെയർ അല്ലാത്തവർ കാണും. നല്ലൊരു സൗഹൃദവും നല്ലൊരു സപ്പോർട്ടും ഉണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും കയറിപ്പോകാനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരമുണ്ട്, സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു ധൈര്യക്കുറവ് കൊണ്ട് മുമ്പോട്ട് വരാതിരുന്ന ഒരു ഇതിലേക്ക് ഈ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് 46 വയസ്സായി. 46-ാം വയസ്സിൽ ഞാൻ LLP എന്നൊരു സ്വപ്നത്തിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണിത്. ഈ ഒരു മോട്ടിവേഷൻ്റെ, ഈ ഒരു സ്നേഹത്തിൻ്റെ, ഒരു കൂട്ടായ്മയുടെ അതിൻ്റെ ഒരു ഭാവം കൊണ്ട് മാത്രമാണ്. ഇപ്പം എന്നെപ്പോലെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, നമുക്കൊരു സാഹചര്യങ്ങൾ, എനിക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അത് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അത് എന്നിലുള്ള തടസ്സങ്ങൾ കൊണ്ടാണ് എനിക്ക് ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാതിരുന്നത്. ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളിലും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന്, കുഞ്ഞിലെ തൊട്ട് എന്ത് പഠിക്കുന്നതിനും എല്ലാവിധ സപ്പോർട്ടും എൻ്റെ പേരൻസിൽ നിന്നുണ്ടായിരുന്നു. ഹസ്ബൻഡാണെങ്കിലും ഏത് ജോലി ചെയ്യുന്നതിനും അങ്ങനെ ഏത് കാര്യത്തിലും നമുക്ക് ഇഷ്ടമുള്ള വഴിയെ പോകുന്നു, പോസിറ്റീവായി ഏത് കാര്യത്തിലും നമുക്ക് ഇഷ്ടമുള്ള വഴിയെ പോകുന്നതിന് സകല സപ്പോർട്ടും ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ നമുക്ക് അത് കറക്റ്റായിട്ടുള്ള ഒരു പുഷ് കിട്ടിയപ്പോഴാണ് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് കയറാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായത്, അതൊരു സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത്. അത് എന്നെപ്പോലെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്കാർക്ക് ഇനി വീണ്ടും എന്നെക്കൊണ്ട് ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഒരു ഫീൽഡിലേക്ക് നന്നായിട്ട് കയറി വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ യാത്ര അത് ഞങ്ങളുടെ മാത്രം യാത്രയല്ല, ഞങ്ങളുടെ സൗഹൃദത്തിന്റെ യാത്രയാണ്. ഓരോരുത്തരും മുന്നോട്ട് വന്നത് ഒരാൾ തന്നെ വന്നതല്ല, കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും മുന്നോട്ട് വന്നത്. അപ്പം ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ചാനൽ കൊണ്ട് കുറച്ച് വീഡിയോ എടുത്ത് വെക്കുക എന്നുള്ളതൊന്നുമല്ല. നമുക്ക് ഒരു മോട്ടിവേഷൻ ആവണം കൂടെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക്, മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ, സ്റ്റക്കായവർക്ക്. ഇതൊക്കെ എപ്പം നമ്മുടെ മനസ്സിലേക്ക് ഈ ആഗ്രഹം വന്നാൽ മതി. അതിന് നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വളർത്തിയെടുക്കണം. നമുക്ക് ഉള്ളിൽ തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിപ്പെടും. അത് മാത്രമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ പിന്തുണയ്ക്കുന്നവരാരാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമ്മളെ പിന്തുണയ്ക്കുന്നവരുടെ കൂടെ മാത്രം നമ്മൾ നിൽക്കാൻ നോക്കുക. നമുക്ക് എപ്പോഴും നെഗറ്റീവ് കമൻസും നെഗറ്റീവ് ഫീഡ്ബാക്സും തരുന്നവരെ നമ്മൾ ഒഴിവാക്കുക. നമുക്ക് വളരാൻ സാഹചര്യം ആരൊരുക്കുന്നു അവരുടെ കൂടെ നിൽക്കുക, അത് നമ്മൾ കണ്ടെത്തുക. ഇനിയും ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. ഈ യാത്ര വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം. ഞങ്ങളെപ്പോലെ വളരുവാൻ ആഗ്രഹമുള്ള, ഇങ്ങനെ തടസ്സങ്ങൾ ഓവർകം ചെയ്ത് കയറി വരണം എന്നുള്ള ആഗ്രഹമുള്ള ആർക്കും ഈ സന്തോഷകരമായ മനോഹരമായ യാത്രയിലേക്ക് ഞങ്ങളുടെ കൂടെ കൂടാം. എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ബെറ്ററായ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. താങ്ക് യു. വീണ്ടും കാണാം.